ശ്രീയോടുള്ള എതിർപ്പിന്റെ പേരിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ CPI തീരുമാനം. CPIയുടെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി വീണ MS ഒപ്പം ചേരുന്നു. വീണ, അങ്ങനെ മന്ത്രിമാർക്ക് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാകുമോ? ഭരണഘടനാപരമായി അത് സാധ്യമാണോ എന്നൊരു ചോദ്യം അവിടെ നിൽപ്പുണ്ട്. മറുവശത്ത് ഇത് CPM നിലപാട് കടുപ്പിക്കുന്നു എന്ന് തോന്നിപ്പിക്കുകയും CPM-നൊപ്പം ചേർന്ന് രാഷ്ട്രീയ നാടകം സമർത്ഥമായി കളിക്കുന്നത് തുടരുകയും ചെയ്യുന്നു CPI എന്നല്ലേ വ്യക്തമാകുന്നത്? തീർച്ചയായും കൃഷ്ണരാജ്, ക്ഷമിക്കണം, ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് പൊതുജനങ്ങൾക്കിടയിലും അത് മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPI ഭിന്ന അഭിപ്രായം സ്വീകരിക്കുന്നു, ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന മുന്നണിയായി മാറുന്നു എന്ന തരത്തിലുള്ള നാടകം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് നടന്ന അവൈലബിൾ യോഗത്തിൽ തീരുമാനമായി എന്നുള്ളൊരു വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. CPI സംസ്ഥാന സെക്രട്ടറി CPIയുടെ അവൈലബിൾ യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനമുണ്ടായിരിക്കുന്നത്. അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു യോഗം അവസാനിച്ചത്. ഓൺലൈനായിട്ടായിരുന്നു ഒരു യോഗം ചേർന്നത്. ഈ യോഗത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ ജനം ടി വിയിൽ അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് ബിനോയ് വിശ്വമിൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണം നടത്തുവാനോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തു എന്നൊരു കാര്യത്തിലും വ്യക്തത നൽകാൻ ബിനോയ് വിശ്വം തയ്യാറായില്ല. അതായത് ലാൽ സലാം എന്നൊരു മറുപടി മാത്രമാണ് നടത്തിയത്. നാളെയാണ് നിർണായകമായിട്ടുള്ള മന്ത്രിസഭാ യോഗം ചേരുന്നത്. PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ എതിർപ്പ് മുറുകുമ്പോൾ, ഭിന്നാഭിപ്രായങ്ങൾ രൂക്ഷമാകുന്ന ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ ഭിന്നാഭിപ്രായം സ്വീകരിച്ചിരുന്ന CPI വിട്ടുനിൽക്കും, വേണ്ടി വന്നാൽ പാർട്ടി നിർദ്ദേശിക്കുകയാണെങ്കിൽ രാജിയടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുമെന്നാണ് മന്ത്രി GR അനിൽ അടക്കമുള്ളവർ പ്രതികരിച്ചത്. ഇത്തരത്തിൽ ഈ ഒരു ഭിന്നാഭിപ്രായം തുടരുകയും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അത്തരത്തിലൊരു തീരുമാനം ഈ അവൈലബിൾ യോഗത്തിൽ തീരുമാനിച്ചിരുന്നുവെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എന്തുകൊണ്ടാണ് ബിനോയ് വിശ്വം കൃത്യമായിട്ടുള്ള മറുപടി പറയാതിരുന്നത്? യോഗത്തിന് ശേഷമുള്ള ലഭിക്കുന്ന വിവരങ്ങൾ ഇത്തരത്തിലാണ്. അതായത് നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPIയുടെ 4 മന്ത്രിമാർ വിട്ടുനിൽക്കുമെന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ശ്രമങ്ങളിലേക്ക് കടക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടക്കുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് സമവായ ചർച്ചകൾക്കും CPM മുതിർന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രി ഇന്ന് വൈകിട്ടോടുകൂടി തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരത്തെത്തിയതിനു ശേഷം കൂടിക്കാഴ്ചകൾക്കും ഒപ്പം തന്നെ അനുനയിപ്പിക്കുവാനുള്ള നീക്കങ്ങൾ ഉണ്ടാകും എന്നുള്ള അതിൻ്റെ ശ്രമങ്ങളും ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയത്തിൽ നിന്ന് പിന്മാറണമെന്ന് തരത്തിലുള്ള നിലപാടുകൾ CPI സ്വീകരിക്കുമ്പോൾ ആ വിഷയത്തിൽ നിയമ നടപടികളടക്കം സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും, ഒപ്പിട്ട സാഹചര്യത്തിലടക്കം. മാത്രമല്ല ഈ ദേശാഭിമാനി അടക്കമുള്ള പത്രങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കുമ്പോൾ അത് കൂടുതൽ പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്ക് പോകുന്നു എന്നുള്ള സൂചനകളും ഒപ്പം തന്നെ അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് കടുത്ത തീരുമാനങ്ങളിലേക്ക് CPI പോകുന്നു എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴും ഈ യോഗത്തിന് ശേഷം അല്പസമയങ്ങൾക്ക് മുമ്പാണ് MN സ്മാരകത്തിൽ നിന്നും ബിനോയ് വിശ്വം പുറത്തേക്ക് പോയത്. നാളെ യോഗത്തിൽ പങ്കെടുക്കുമോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി മറുപടി പറഞ്ഞിട്ടില്ല. ലാൽ സലാം എന്നുള്ള മറുപടി മാത്രമാണ്, അത്തരത്തിലുള്ള ഒരു പ്രതികരണം മാത്രമാണ് നടത്തിയത്. ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴും ഉറച്ചൊരു നിലപാട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് CPM-നെതിരെ ഉറച്ചൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ബിനോയ് വിശ്വം അതിൽ കൃത്യമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കാത്തത്? അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചോദ്യം ഉന്നയിച്ചപ്പോൾ എന്തുകൊണ്ടാണത് കൃത്യമായി അതിനുള്ളൊരു മറുപടി പറയാത്തതെന്നുള്ളൊരു വിമർശനം കൂടി, ചോദ്യങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നാളെ നടക്കുന്ന ആൾക്കാരെ ആ വിധത്തിൽ ബോധ്യപ്പെടുത്താം, പറ്റിക്കാം, അതാണ് നിലപാടെന്ന് തോന്നുന്നു. കാരണം CPIയുടെ ഒരു പ്രധാനപ്പെട്ട യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ മുഖം നിറയെ ചിരിയും ഒരു സമ്മർദ്ദവുമില്ലാതെ ലാൽ സലാം എന്ന് മാത്രം പറഞ്ഞ് ബിനോയ് വിശ്വം പോകണമെങ്കിൽ അത്രയ്ക്ക് കൃത്യമായൊരു തീരുമാനം അവർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു പറയണ്ടേ, എന്താണ് ഞങ്ങൾ എടുത്തത് എന്ന്? തീർച്ചയായും അത് തന്നെയാണ്. അത്തരത്തിലൊരു ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർജവത്തോടു കൂടി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വ്യക്തമായി പറയേണ്ട ഒരു സന്ദർഭം കൂടി ലഭിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ളൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അതുപോലെ തന്നെ മുഖഭാവങ്ങളും ഒക്കെ അത്തരത്തിലായിരുന്നു. അത്തരത്തിൽ ഉറച്ച നിലപാട്, അതായത് CPM-നെതിരെ അത്തരത്തിലുള്ളൊരു ഉറച്ച നിലപാടിലേക്ക്, കടുപ്പിക്കുന്ന തരത്തിലേക്ക്, ഭിന്ന അഭിപ്രായങ്ങളിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ അത് വ്യക്തമാക്കുവാനുള്ളൊരു അവസരം കൂടി ഉണ്ടായിട്ടും അത് പ്രതികരിച്ചില്ല.
അതിനാൽ തന്നെ ഇത് ഇത്തരത്തിലുള്ള ഒരു നാടകത്തിലേക്ക് അല്ലെങ്കിൽ ഒത്തുതീർപ്പിലേക്ക് അല്ലെങ്കിൽ പ്ലാൻ ബിയിലേക്ക് കടക്കുന്നു എന്ന് കൂടി നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ നിലപാട് വ്യക്തമാക്കാവുന്ന ഒരു ഘട്ടമുണ്ടായിട്ടും അതിൽ നിന്ന് ലാൽ സലാം എന്ന വാക്കുകൾ മാത്രം ഒഴിഞ്ഞു പറയുമ്പോൾ അത് താൻ കൃത്യമായിട്ടൊരു മറുപടി പറയാതെ, അദ്ദേഹം അടക്കം കൃത്യമായിട്ടൊരു മറുപടി പറയാതെ പോകുമ്പോൾ സമവായ ചർച്ചകൾക്കുള്ള ശ്രമങ്ങൾ പിന്നാമ്പുറത്ത് നടക്കുന്നു എന്നുള്ള സൂചനകൾ വ്യക്തമാവുകയാണ്. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെയോ നാളെ വൈകിട്ടാണ് ക്യാബിനറ്റ് യോഗമുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സമവായ ചർച്ചകൾക്കും ഒപ്പം തന്നെ CPM-നെ പ്രകോപനപരമായിട്ടുള്ള സാധ്യതകളിലേക്ക്, സാഹചര്യത്തിലേക്ക് തള്ളിവിടുന്ന ഘട്ടത്തിലേക്ക് CPI നിലപാട് സ്വീകരിച്ചു എന്ന് വരുത്തി തീർക്കുവാനുള്ള ചില ശ്രമങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ നടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ഒരു ഘട്ടത്തിലും ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴും CPIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ വിശദീകരിക്കുവാൻ, മാധ്യമങ്ങൾക്ക് മുമ്പിൽ അത് വിശദീകരിക്കുവാനും പ്രതികരിക്കുവാനും ഒരു സാഹചര്യം കിട്ടിയിട്ട് അത് വ്യക്തമാകാതെ പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് 4 മന്ത്രിമാരായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു വശത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള സമവായ ചർച്ചകൾക്കും CPM ശ്രമിക്കുന്നുണ്ട്. ഈ ചർച്ചകൾ നാളെ വൈകിട്ടാണ് ക്യാബിനറ്റ് യോഗം ചേരുക. ഈ ഉറച്ച നിലപാടിൽ നിൽക്കുകയാണെങ്കിൽ അത് ഈ ഒരു പദ്ധതി മുമ്പോട്ട് പോകുമ്പോൾ അത് CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണോ എന്നുകൂടി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. മാത്രമല്ല, സമവായ ചർച്ചകൾക്കാണ് വഴി തുറക്കുന്നതെങ്കിൽ നാളെ ഉച്ചയ്ക്ക് മുമ്പ് ആ സമവായ ചർച്ചകൾ വിജയകരമാവുകയാണെങ്കിൽ ഇന്ന് നടത്തിയ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് കൂടി ബിനോയ് വിശ്വം മറുപടി പറയേണ്ടി വരും. കൃഷ്ണരാജ്. ശരി, PM ശ്രീയോടുള്ള എതിർപ്പിന്റെ പേരിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിൽക്കും എന്ന വാർത്ത പുറത്തു വരുന്നു. പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല ബിനോയ് വിശ്വം. ലാൽ സലാം എന്ന് മാത്രം പ്രതികരിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയായിരുന്നു, വിവരങ്ങൾ നൽകുകയായിരുന്നു MS വീണ.